മാർട്ടിൻ ഡി പോറസ് 1579 ഡിസംബർ 9 പെറുവിലെ ലിമയിൽ ജനിച്ച മാർട്ടിൻ ഡി പോറസ് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായി ആഘോഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ദൈവത്തോടുള്ള അഗാധമായ ഭക്തിയുടെയും സാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ. മാർട്ടിൻ ഡി പോറസ് 1579 ഡിസംബർ 9 പെറുവിലെ ലിമയിൽ ജനിച്ച മാർട്ടിൻ ഡി പോറസ് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായി ആഘോഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ദൈവത്തോടുള്ള അഗാധമായ ഭക്തിയുടെയും സാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ. ചെറുപ്പം മുതലേ മാർട്ടിൻ മറ്റുള്ളവരോട് ആഴമായ ആത്മീയതയും അനുകമ്പയും പ്രകടിപ്പിച്ചു. അവന്റെ അമ്മ അന അവനിൽ ശക്തമായ ദൈവവിശ്വാസം വളർത്തിയെടുത്തു. സമത്വത്തിന്റെയും നീതിയുടെയും സന്ദേശം പ്രസംഗിക്കുന്ന മതസമൂഹമായ ഡൊമിനിക്കൻ ക്രമത്തിലേക്ക് അവൻ ആകർഷിക്കപ്പെട്ടു. 15-ആം വയസ്സിൽ ലിമയിലെ ഹോളി റോസറിയുടെ ഡൊമിനിക്കൻ പ്രിയറിയിൽ ഒരു സേവകനായി ചേർന്നു. അവരുടെ മതപരമായ ദൗത്യത്തിൽ സന്യാസിമാരെ പിന്തുണയ്ക്കാൻ താഴ്മയോടെ പ്രവർത്തിച്ചു. മാർട്ടിന്റെ വിനയവും ഭക്തിയും അദ്ദേഹത്തെ മറ്റ് സന്യാസിമാർക്കും വളരെ വേഗം ഇഷ്ടപ്പെട്ടു. കൃപയോടും നിസ്വാർത്ഥതയുടെ അചഞ്ചലമായ മനോഭാവത്തോടും കൂടി അദ്ദേഹം നിസ്സാര ജോലികൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തമായ വിശ്വാസവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് മാർട്ടിൻ ഓഫ് ചാരിറ്റി എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. മാർട്ടിന്റെ വിനയവും ഭക്തിയും അദ്ദേഹത്തെ മറ്റ് സന്യാസിമാർക്കും വളരെ വേഗം ഇഷ്ടപ്പെട്ടു. കൃപയോടും നിസ്വാർത്ഥതയുടെ അചഞ്ചലമായ മനോഭാവത്തോടും കൂടി അദ്ദേഹം നിസ്സാര ജോലികൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തമായ വിശ്വാസവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് മാർട്ടിൻ ഓഫ് ചാരിറ്റി എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. ഒരു നഴ്സ്, ഹെർബലിസ്റ്റ് എന്നീ നിലകളിൽ തന്റെ കഴിവുകൾക്ക് പുറമെ മാർട്ടിൻ മൃഗങ്ങളുമായി ഒരു പ്രത്യേക ബന്ധം പ്രകടിപ്പിച്ചു. പലപ്പോഴും മൃഗങ്ങളുടെ രക്ഷാധികാരി എന്ന് വിളിക്കപ്പെടുന്നു. മൃഗങ്ങളുമായി ആശയവിനിമയം നടത്താനും വന്യജീവികളെപ്പോലും മെരുക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയപ്പെടുന്നു. അവന്റെ ദയയുടെയും എല്ലാ ജീവജാലങ്ങളുമായുള്ള ബന്ധത്തിന്റെയും ആഴം പ്രകടമാക്കുന്നു. ഒരു നഴ്സ്, ഹെർബലിസ്റ്റ് എന്നീ നിലകളിൽ തന്റെ കഴിവുകൾക്ക് പുറമെ മാർട്ടിൻ മൃഗങ്ങളുമായി ഒരു പ്രത്യേക ബന്ധം പ്രകടിപ്പിച്ചു. പലപ്പോഴും മൃഗങ്ങളുടെ രക്ഷാധികാരി എന്ന് വിളിക്കപ്പെടുന്നു. മൃഗങ്ങളുമായി ആശയവിനിമയം നടത്താനും വന്യജീവികളെപ്പോലും മെരുക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയപ്പെടുന്നു. അവന്റെ ദയയുടെയും എല്ലാ ജീവജാലങ്ങളുമായുള്ള ബന്ധത്തിന്റെയും ആഴം പ്രകടമാക്കുന്നു. വംശീയ മുൻവിധിയും വിവേചനവും അഭിമുഖീകരിച്ചിട്ടും ദൈവത്തെയും സഹമനുഷ്യരെയും സേവിക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ മാർട്ടിൻ ഡി പോറസ് ഒരിക്കലും പിന്മാറിയില്ല. യഥാർത്ഥ വിശ്വാസം സാമൂഹിക പ്രതിബന്ധങ്ങളെ മറികടക്കുന്നുവെന്നും സ്നേഹത്തിനും അനുകമ്പയ്ക്കും ആഴത്തിലുള്ള ഭിന്നതകളെപ്പോലും മറികടക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. മാർട്ടിന്റെ ഭക്തിയും വിനയവും അദ്ദേഹത്തെ കത്തോലിക്കാ സഭ 1962 മെയ് 6 ജോൺ 23 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ കറുത്ത വിശുദ്ധനായി. സമ്മിശ്ര വർഗാരുടെയും ക്ഷുരകരുടെയും സത്രം പരിപാലിക്കുന്നവരുടെയും മറ്റു പല ഗ്രൂപ്പുകളുടെയും രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. മാർട്ടിൻ ഡി പോറസിന്റെ അസാധാരണമായ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ അദ്ദേഹത്തിന്റെ തിരുനാൾ ദിനമായ നവംബർ 3 വളരെ ഭക്തിയോടും കൂടി ആഘോഷിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും മുൻവിധികളിലും വിശ്വാസം, സ്നേഹം, നിസ്വാർത്ഥത എന്നിവയുടെ ശക്തിയുടെ ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിന്റെ പൈതൃകം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ കഥ വരും തലമുറകൾക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായി തുടരുന്നു.